വെൽക്കം ബാക്ക് ടു ബീറ്റാ സ്ക്വിറൽ. നമ്മൾ അബ്സ്ട്രാക്റ്റ് ക്ലാസ് എന്താണെന്ന് നോക്കി ഒരു ഫംഗ്ഷൻ ഡിക്ലെയർ ചെയ്തിട്ട് അതിനെ എക്സ്റ്റെൻഡ് ചെയ്യുന്ന ക്ലാസ്സിൽ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പറയുന്നതാണല്ലോ. അപ്പോൾ അതേപോലെ നമുക്ക് വരുന്ന ഒരു റിക്വയർമെൻ്റ് ആണ് നമ്മുടെ ആപ്ലിക്കേഷനിൽ ഒരേപോലെയുള്ള ഡിഫറെൻറ്റ് ഫങ്ഷനാലിറ്റീസ്, നേരത്തെ അബ്സ്ട്രാക്ട് ക്ലാസ്സിനെ കുറിച്ച് പറഞ്ഞതുപോലെ തന്നെ ഡിഫറെൻ്റ് രീതിയിൽ ഇംപ്ലിമെൻ്റ് ചെയ്യുന്ന ഫങ്ഷനാലിറ്റീസ് ഉണ്ടാവും. ഫോർ എക്സാമ്പിൾ ഡാറ്റാബേസ് കണക്ഷൻ. നമ്മൾ ആപ്ലിക്കേഷനിൽ പല ഡാറ്റാബേസ് കണക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടെന്ന് വിചാരിക്കുക. അതായത് MySQL ഡാറ്റാബേസ് കണക്ട് ചെയ്യാം, PostgreSQL കണക്ട് ചെയ്യാം, MongoDB കണക്ട് ചെയ്യാം, അങ്ങനെ ഡിഫറെൻറ്റ് ടൈപ്പ് ആയിട്ടുള്ള ഡാറ്റാബേസ് കണക്ട് ചെയ്യാം അല്ലേ. പക്ഷെ അതിലൊക്കെ രീതി ഒന്നായിരിക്കും. അതായത് കണക്ഷൻ ഓപ്പൺ ചെയ്യണം, ക്വറി എക്സിക്യൂട്ട് ചെയ്യണം, കണക്ഷൻ ക്ലോസ് ചെയ്യണം, എല്ലാത്തിലും ഒരേ രീതിയാണ് ചെയ്യുക. പക്ഷേ ഇംപ്ലിമെൻറ്റേഷൻ വൈസ് ചെറിയൊരു ചേഞ്ച് ഉണ്ടാവും. ഇനി വേറൊരു എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ നമുക്ക് പേയ്മെൻറ്റ് ഗേറ്റ്വേ, ഒരുപാട് പേയ്മെൻറ്റ് ഗേറ്റ്വേസ് ഉണ്ട് അല്ലേ. അതായത് സ്ട്രൈപ്പ്, പേപ്പാൾ, പിന്നെ അതേപോലെ റാപ്പിഡ്, അങ്ങനെ ഒരുപാട് പേയ്മെൻറ്റ് ഗേറ്റ്വേസ് ഉണ്ട്. അപ്പോൾ ഈ പേയ്മെൻറ്റ് ഗേറ്റ്വേസ് ഒക്കെ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത്, ഇതിലൊക്കെ ചെയ്യുന്നത് പ്രോസസ് പേയ്മെൻറ്റ് പ്രോസസ്സ് ചെയ്യണം, പിന്നെ റീഫണ്ട്, അങ്ങനെ പല ഫങ്ഷനാലിറ്റീസ് ഉണ്ടാവും. പക്ഷെ അത് ഓരോന്നും ചെയ്യുന്നത് അവരുടേതായ രീതിയിലായിരിക്കും. പക്ഷെ ബേസിക് ആയിട്ടുള്ള ഫങ്ഷനാലിറ്റീസ് ഒന്നായിരിക്കും എന്ന് മാത്രം. അപ്പോൾ ആ ഒരു ബേസിക് ഫങ്ഷനാലിറ്റീസ് നമ്മൾ ആദ്യം ഒരു സ്റ്റബ് ചെയ്ത് വെക്കും, അല്ലെങ്കിൽ ഡിക്ലെയർ ചെയ്ത് വെക്കും. എന്നിട്ട് അതിനെ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പറയും. അബ്സ്ട്രാക്ട് ക്ലാസ് ഉപയോഗിക്കാം അതിന്. പക്ഷേ അബ്സ്ട്രാക്ട് ക്ലാസ് ഉപയോഗിക്കുന്ന സമയത്ത് അതിൽ ബാക്കിയുള്ള ഫങ്ഷനാലിറ്റീസും കൂടെ ഉപയോഗിക്കാൻ പറ്റും. അതിന് പകരം നമുക്കൊരു ബ്ലൂ പ്രിൻറ്റ് മാത്രം ഡിഫൈൻ ചെയ്ത് വെക്കുകയാണ്. അബ്സ്ട്രാക്ട് ക്ലാസിൻ്റെ ആവശ്യമില്ലാതെ, വേറെ ഫങ്ഷൻസ് ഒന്നും ഇല്ലാതെ, ജസ്റ്റ് ബ്ലൂ പ്രിൻറ്റ് മാത്രം നമ്മൾ ഡിഫൈൻ ചെയ്ത് വെച്ചിട്ട് അത് ബാക്കിയുള്ള എക്സ്റ്റെൻഡ് ചെയ്യുന്ന ക്ലാസ്സുകൾക്ക് ഉപയോഗിക്കാനുള്ള ഒരു ഓപ്ഷനാണ് ഇൻ്റർഫേസ് എന്ന് പറയുന്നത്. ഞാനിവിടെ പേയ്മെൻറ്റ് ഗേറ്റ്വേ .php എന്ന് പറഞ്ഞ ഒരു ഫയലിൽ ഒരു ഇൻ്റർഫേസ് ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൽ ഇൻ്റർഫേസിനും സാധാരണ നമ്മൾ നെയിം സ്പേസ് ആഡ് ചെയ്യുന്ന പോലെ അതൊരു ക്ലാസ് ഒക്കെ പോലെ തന്നെയാണ്. അപ്പോൾ അവിടെയും നമ്മൾ നെയിം സ്പേസ് ആഡ് ചെയ്തിട്ടുണ്ട്. ഞാൻ നെയിം സ്പേസ് കൊടുത്തത് myapp/payment എന്നാണ്. എൻ്റെ ഫോൾഡറിൻ്റെ പേര് തന്നെ കൊടുക്കണം നിർബന്ധമൊന്നുമില്ല. പക്ഷെ ഞാൻ എൻ്റെ ഒരു ആപ്പിൻ്റെ ഒരു പേരും പിന്നെ ഒരു പേയ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ഒരു സെയിം ഫോൾഡറിൽ തന്നെ ആയതുകൊണ്ട് അങ്ങനെ ഒരു മെത്തേഡ് കൊടുത്തു, ഒരു അപ്രോച്ച് ഞാൻ കൊടുത്തിട്ടുണ്ട്. ഇനി അതിന് ശേഷം നമ്മൾ ഒരു ഇൻ്റർഫേസ് ഡിഫൈൻ ചെയ്യുന്നത്, ഇൻ്റർഫേസ് എന്ന് പറയുന്ന കീവേഡ് കൊടുക്കും, എന്നിട്ടൊരു പേര് കൊടുക്കും. ക്ലാസ്സിന് പേര് കൊടുക്കുമ്പോൾ ഓരോ വേർഡിനെ ഫസ്റ്റ് ക്യാരക്ടർ ക്യാപിറ്റൽ ലെറ്ററിലായിട്ട് പേയ്മെൻറ്റ് ഗേറ്റ്വേ, PNG ക്യാപിറ്റലാണ്, പേയ്മെൻറ്റ് ഗേറ്റ്വേ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഇൻ്റർഫേസ് ഡിഫൈൻ ചെയ്തു. എന്നിട്ട് അതിൻ്റെ ബോഡി കേളി ബ്രേസിറ്റ് ഓപ്പൺ ചെയ്തിട്ട് അതിൻ്റെ ഉള്ളിൽ 2 ഫങ്ഷൻ ഞാൻ സ്റ്റബ് ചെയ്തിട്ടുണ്ട്. അതായത് 2 ഫങ്ഷൻ ഞാൻ ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്. അതിൽ ഒന്ന് പബ്ലിക് ഫങ്ഷൻ പ്രോസസ് പേയ്മെൻ്റ് ആണ്. അതിൽ ഫ്ലോട്ട് എമൗണ്ട് പാസ് ചെയ്ത് കൊടുക്കണം, അത് ഫ്ലോട്ട് ടൈപ്പ് ആയിരിക്കണം. പിന്നെ അതേപോലെ പബ്ലിക് ഫങ്ഷൻ റീഫണ്ട് പേയ്മെൻറ്റ്, അവിടെയും ഒരു എമൗണ്ട് ആണ് പാസ് ചെയ്ത് കൊടുക്കുന്നത്, അത് ഫ്ലോട്ട് ടൈപ്പ് ആണെന്ന് ഡിഫൈൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. എന്നിട്ട് സെമിക്കോളൻ. ഈ 2 ഫങ്ഷനും ബോഡി ഇല്ല, അബ്സ്ട്രാക്ട് ക്ലാസ്സിലുള്ളതുപോലെ തന്നെ. ഇൻ്റർഫേസിലെ ഒരു ഡിഫറൻസ് എന്ന് പറയുന്നത് ഫങ്ഷൻസ് എപ്പോഴും പബ്ലിക് ആയിരിക്കണം. അതായത് പ്രൊട്ടക്റ്റഡോ പ്രൈവറ്റോ നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റില്ല, എപ്പോഴും പബ്ലിക് ആയിരിക്കണം. രണ്ടാമത്തെ ഡിഫറൻസ് എന്ന് പറയുന്നത് ഇൻ്റർഫേസിൽ നിങ്ങൾക്ക് ബാക്കിയുള്ള നോർമൽ ഫങ്ഷൻസോ അല്ലെങ്കിൽ പ്രോപ്പർട്ടീസോ ഡിഫൈൻ ചെയ്യാൻ പറ്റില്ല. പബ്ലിക് ആയിട്ടുള്ള ഫങ്ഷൻ്റെ ഒരു ഡിക്ലറേഷൻ മാത്രമേ നിങ്ങൾക്ക് ഇൻ്റർഫേസിൽ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഇൻ്റർഫേസിൽ ഇങ്ങനെ 2 ഫങ്ഷൻസ് നമ്മൾ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആ 2 ഫങ്ഷൻസ് നമ്മൾ എവിടെയാണോ എക്സ്റ്റെൻഡ് ചെയ്യുന്നത് ആ ഒരു ക്ലാസ്സിൽ യൂസ് ചെയ്യണം. ഇനി എനിക്ക് ഇത് കോമൺ ആയിട്ടുള്ള ഈ ഒരു ഫയൽ എന്ന് പറയുന്നത് കോമൺ ആയിട്ടുള്ള പേയ്മെൻറ്റ് ഗേറ്റ്വേ എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എന്നുള്ളത് ഞാൻ ഡിഫൈൻ ചെയ്ത് വെച്ചതാണല്ലോ, അതാണ് പേയ്മെൻറ്റ് ഗേറ്റ്വേ. ഇനി എനിക്ക് പേപ്പാൾ പേയ്മെൻറ്റ് ഗേറ്റ്വേൻ്റെ, സ്ട്രൈപ്പ് പേയ്മെൻറ്റ് ഗേറ്റ്വേൻ്റെ 2 ഫയൽസ് ഉണ്ട്. അപ്പോൾ അതിൽ പേപ്പാൾ എടുത്തു കഴിഞ്ഞാൽ ആദ്യം നമ്മൾ നെയിം സ്പേസ് കൊടുത്തിട്ടുണ്ട്, സെയിം നെയിം സ്പേസ് തന്നെയാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ യൂസ് എന്ന് പറയുന്ന സ്റ്റേറ്റ്മെൻറ്റ് കൊടുക്കേണ്ടതില്ല. പിന്നെ റിക്വയർ വൺസ് പേയ്മെൻറ്റ് ഗേറ്റ്വേ ആ ഒരു ഫയൽ ഈ ഒരു ഫയലിലേക്ക് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ആ ഫയലിലുള്ള കണ്ടൻറ്റ് ഇവിടെ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ ഞാൻ നോർമൽ ക്ലാസ്സാണ് പേപ്പാളിൻ്റെ പേയ്മെൻറ്റ് ഗേറ്റ്വേ, പേപ്പാൾ ഗേറ്റ്വേ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ക്ലാസ്സാണ്. അവിടെ നമ്മൾ എക്സ്റ്റെൻസ് എന്ന് കൊടുക്കുന്നതിന് പകരം ഇംപ്ലിമെൻറ്റ്സ് എന്നാണ് കൊടുത്തിട്ടുള്ളത്. ഇൻ്റർഫേസ് നിങ്ങൾ ഉപയോഗിക്കുന്ന സമയത്ത് എക്സ്റ്റെൻസ് എന്നല്ല കൊടുക്കുന്നത്, ഇംപ്ലിമെൻറ്റ്സ് എന്നാണ് കൊടുക്കുന്നത്. അപ്പോൾ പേപ്പാൾ ഗേറ്റ്വേ, ഇംപ്ലിമെൻറ്റ്സ്, പേയ്മെൻറ്റ് ഗേറ്റ്വേ. ഇങ്ങനെ നമ്മൾ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്ന സമയത്ത് നേരത്തെ നമ്മൾ അബ്സ്ട്രാക്ട് ക്ലാസ്സിൽ പറഞ്ഞതുപോലെ തന്നെ ആ 2 ഫങ്ഷൻസ് ഈ ഒരു ക്ലാസ്സിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കണം. അതായത് ഈ 2 ഫങ്ഷൻ്റെയും ബോഡി നമ്മളിവിടെ കൊടുത്തിരിക്കണം. അങ്ങനെ ആ ഒരു ഫങ്ഷൻ നമ്മൾ കമൻറ്റ് ചെയ്ത് വെച്ചതുകൊണ്ടാണ് ഒരു എറർ കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഞാനത് അൺകമൻറ്റ് ചെയ്തു. അതായത് നേരത്തെ അവിടെ കൊടുത്തിട്ടുണ്ട് ഇൻ്റർഫേസിലുള്ള പ്രോസസ് പേയ്മെൻറ്റും അതേപോലെ തന്നെ റീഫണ്ട് പേയ്മെൻറ്റും ഇവിടെ കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ആയതുകൊണ്ട് നമുക്ക് ഇഷ്യൂസ് ഒന്നും കിട്ടുന്നില്ല.
ഇവിടെ ആകെ ചെയ്യുന്നത് പബ്ലിക് ഫംഗ്ഷൻ പ്രോസസ് പേയ്മെൻറ്റ്. ആ ഫംഗ്ഷൻ നമ്മൾ കൊടുത്തു, അതിൻ്റെ ബോഡി കൂടെ ഡിഫൈൻ ചെയ്തു. ബോഡിയിൽ നമ്മൾ ജസ്റ്റ് പ്രോസസ്സിങ് പേയ്മെൻറ്റ് ഓഫ് എന്താണ് നമ്മൾക്ക് പാസ് ചെയ്ത എമൗണ്ട് US ഡോളറാണ് വയ പേപ്പാൾ. അത് മാത്രമേ നമ്മൾ എക്കോ ചെയ്യുന്നുള്ളൂ. നോർമലി എന്താണോ എങ്ങനെയാണ് അത് പ്രോസസ്സ് ചെയ്യുന്ന പേയ്മെൻറ്റ് ആ ഒരു ബോഡി ആയിരിക്കും ഈ ഫംഗ്ഷൻ്റെ ഉള്ളിൽ ഉണ്ടാവും. നമ്മൾ ഡെമോൺസ്ട്രേഷൻ പർപ്പസിന് വേണ്ടിയിട്ട് ജസ്റ്റ് എക്കോ മാത്രമേ യൂസ് ചെയ്യുന്നുള്ളൂ. ഇനി റീഫണ്ട് പേയ്മെൻറ്റിലും അതേപോലെ തന്നെ റീഫണ്ടിങ് പേയ്മെൻറ്റ് ഓഫ് എമൗണ്ട് USD വയ പേപ്പാൾ. അപ്പോൾ ഇങ്ങനെയാണ് ആ രണ്ട് ഫംഗ്ഷൻസ് നമ്മളിവിടെ ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ടുള്ളത്. ഇനി സ്ട്രൈപ്പ് ഗേറ്റ് വേയിൽ പോയാൽ അവിടെയും സെയിം അപ്രോച്ച് തന്നെയാണ്. നമ്മൾ നെയിം സ്പേസ് കൊടുത്തിട്ടുണ്ട്, പേയ്മെൻറ്റ് ഗേറ്റ് വേ റിക്വയർ ചെയ്തിട്ടുണ്ട്. ഇനി ഇംപ്ലിമെൻറ്റ്സ് പേയ്മെൻറ്റ് ഗേറ്റ് വേ എന്ന് കൊടുത്തിട്ടുണ്ട് സ്ട്രൈപ്പ് ഗേറ്റ് വേ എന്ന് പറയുന്ന ക്ലാസ്സിൽ. അവിടെയും രണ്ട് ഫംഗ്ഷൻസും സെയിം ഒരേപോലെ നമ്മൾ ഇംപ്ലിമെൻറ്റ് ചെയ്തു. പക്ഷെ കണ്ടന്റിൽ മാത്രം ഇവിടെ സ്ട്രൈപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ട്, മറ്റേതിൽ നമ്മൾ പേപ്പാൾ എന്ന് പറഞ്ഞിട്ട്. ഇപ്പോൾ നോർമലി ഉണ്ടാവും എന്താണ് പ്രോസസ്സിങ് ചെയ്യുന്ന കോഡ്, ആ ഒരു കോഡാണ് ഈ ഒരു ബോഡിയിൽ ഉണ്ടാവുന്നത്. അപ്പോൾ രണ്ടും ഇങ്ങനെ രണ്ട് ഫങ്ഷനാലിറ്റി വേണം. നിങ്ങൾ ക്ലാസ് ഉപയോഗിക്കുന്ന സമയത്ത് പേയ്മെൻറ്റ് ഗേറ്റ് വേ എന്ന് പറയുന്ന ഒരു ക്ലാസ് നിങ്ങൾ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്ന സമയത്ത്, ആ ഒരു ഇൻ്റർഫേസ് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് നിർബന്ധമായിട്ട് ഈ രണ്ട് ഫങ്ഷനാലിറ്റി ഉണ്ടായിരിക്കണം എന്നുള്ളത് റെസ്ട്രിക്റ്റ് ചെയ്യുന്ന ആപ്ലിക്കേഷനിൽ അതിൻ്റെ സെക്യൂരിറ്റിക്കും പ്രോപ്പർ ഫങ്ഷനാലിറ്റിക്കും വേണ്ടിയിട്ട് അങ്ങനെ റെസ്ട്രിക്റ്റ് ചെയ്യുന്ന ഒരു അപ്രോച്ചാണ് ഇൻ്റർഫേസ് എന്ന് പറയുന്നത്. ഇൻ്റർഫേസിൽ നമുക്ക് പബ്ലിക് ആയിട്ടുള്ള ഫങ്ഷൻസ് മാത്രമേ ക്രിയേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ, അല്ലാതെ നോർമൽ ഫങ്ഷൻസോ അല്ലെങ്കിൽ പ്രോപ്പർട്ടീസ് ഒന്നും യൂസ് ചെയ്യാൻ പറ്റില്ല. എപ്പോഴും ആക്സസ് മോഡിഫയർ പബ്ലിക് ആയിരിക്കണം, അതിൽ ഫങ്ഷൻസിൻ്റെ ബോഡി നമ്മൾ കൊടുക്കാൻ പറ്റില്ല. ഇനി നമ്മൾ ഈ ഒരു രണ്ട് ക്ലാസ് എങ്ങനെയാണ് ഉപയോഗിച്ചത് നോക്കാം. നമ്മൾ ആദ്യം index.php ഫയലിൽ പേപ്പാൾ ഗേറ്റ് വേയും സ്ട്രൈപ്പ് ഗേറ്റ് വേയും റിക്വയർ ചെയ്തിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ പേപ്പാളിൽ നമുക്ക് ഒരു നെയിം സ്പേസ് ഉള്ള ഒരു ഫയലൊക്കെ യൂസ് ചെയ്യുന്നത് ഞാൻ പറഞ്ഞു. ഒന്നുകിൽ യൂസ് എന്ന് പറഞ്ഞ നെയിം സ്പേസ് കൊടുത്തിട്ട് അതിന് ലാസ്റ്റുള്ള ക്ലാസ് നെയിം മാത്രം നമുക്ക് കോൾ ചെയ്യാം. അല്ലെങ്കിൽ നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ ഇൻസ്റ്റൻസ് ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് ന്യൂ കീവേഡ് കഴിഞ്ഞിട്ട് അതിൻ്റെ നെയിം സ്പേസ് കൊടുക്കാം. അതായത് മൈ ആപ്പ് പേയ്മെൻറ്റിൽ /പേയ്മെൻറ്റ് ഗേറ്റ് പേപ്പാൾ ഗേറ്റ് എന്ന് പറയുന്ന ഒരു ക്ലാസ്. എന്നിട്ട് ആ പേപ്പാളിൻ്റെ ഒബ്ജക്റ്റിലേക്ക് നമുക്ക് പ്രോസസ് പേയ്മെൻറ്റ് വിളിക്കാം. ടോട്ടൽ എമൗണ്ട് നമ്മൾ പാസ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതേപോലെ റീഫണ്ട് എമൗണ്ടിൻ്റെ ഫംഗ്ഷൻ നമ്മൾ വിളിച്ചിട്ടുണ്ട്. അതിനുശേഷം ഒരു ലൈൻ ബ്രേക്ക് ഇട്ടിട്ട് രണ്ടാമത്തെ സ്ട്രൈപ്പ് ഗേറ്റ് വേൻ്റെ ഇൻസ്റ്റൻസ് ക്രിയേറ്റ് ചെയ്തു. അതിൽ കൺസ്ട്രക്ടർ ഒന്നുമില്ല, അതുകൊണ്ട് തന്നെ നമ്മൾ കൺസ്ട്രക്ടർ വാല്യൂസ് ഒന്നും പാസ് ചെയ്യുന്നില്ല. വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അതിനുശേഷം പ്രോസസ് പേയ്മെൻറ്റ് സ്ട്രൈപ്പിലും കോൾ ചെയ്തിട്ടുണ്ട്, റീഫണ്ട് പേയ്മെൻറ്റും കോൾ ചെയ്തിട്ടുണ്ട് സ്ട്രൈപ്പിൽ. ഇനി ബ്രൗസറിൽ എങ്ങനെയാണ് വരുന്നത് നോക്കാം. ബ്രൗസറിൽ നിങ്ങൾ റിഫ്രഷ് ചെയ്ത് കഴിഞ്ഞാൽ പ്രോസസ്സിംഗ് പേയ്മെൻറ്റ് ഓഫ് എത്രയാണ് നമ്മൾ എമൗണ്ട് കൊടുത്ത് വയ പേപ്പാൾ, റീഫണ്ടും അതേപോലെ തന്നെ പേപ്പാളിൻ്റെ വന്നിട്ടുണ്ട്. സ്ട്രൈപ്പിൻ്റെത് എത്രയാണ് നമ്മൾ കൊടുത്ത പേയ്മെൻറ്റ് വന്നു, റീഫണ്ടും വന്നിട്ടുണ്ട്. ഇങ്ങനെയാണ് ഇൻ്റർഫേസ് PHPയിൽ വർക്ക് ചെയ്യുന്നത്.